140 മണ്ഡലങ്ങളും പ്രചാരണ ആവേശത്തിൽ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം. മണ്ഡലം നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും BJPയും തീവ്ര ശ്രമത്തിൽ. കഴിഞ്ഞ തവണ മത്സരിച്ച UDFിന്റെ PB അബ്ദുൾ റസാഖും LDFിന്റെ CH കുഞ്ഞമ്പുവും BJPയിലെ K സുരേന്ദ്രനും തന്നെയാണ് ഇത്തവണയും അംഗത്തട്ടിലുള്ളത്. രാഷ്ട്രീയപരമായും ഭൂമിശാസ്ത്രപരമായും ഏറെ സവിശേഷതകൾ നിറഞ്ഞ മണ്ഡലമാണ് മഞ്ചേശ്വരം. എൻഡോസൾഫാൻ ദുരിതം വിതച്ച വാണിനഗറും സ്വർഗയും എന്മഗ്ജയും എല്ലാം ഉൾക്കൊള്ളുന്ന മണ്ഡലം. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ഈ മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനങ്ങൾ സംസാരിക്കുന്നത് തുളു ഭാഷയാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയുടെ ജന്മനാട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം. അതിർത്തി മണ്ഡലം നിലനിർത്താനായി UDFും പിടിച്ചെടുക്കാനായി LDFും BJPയും തീവ്ര ശ്രമത്തിലാണ്. കൊടും ചൂടിൽ പൊരിയുമ്പോഴും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. കഴിഞ്ഞ 5 വർഷക്കാലം താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് UDF സ്ഥാനാർത്ഥി PB അബ്ദുൾ റസാഖ് പറഞ്ഞു. ഈ നാടിൻ്റെ കഴിഞ്ഞ 5 വർഷം നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ നാടിൻ്റെ പാവപ്പെട്ടവരുടെ അതുപോലെ തന്നെ ഈ നാടിൻ്റെ ജനങ്ങൾക്ക് ആഗ്രഹത്തിനനുസൃതമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് വികസനം ഈ നാട്ടിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2006 അട്ടിമറി ജയം ഇത്തവണയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു. 2006-2011 കാലഘട്ടത്തിൽ മണ്ഡലത്തിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം UDF അട്ടിമറിച്ചുവെന്നും CH കുഞ്ഞമ്പു ആരോപിക്കുന്നു. തുളു അക്കാദമി ഉണ്ടാക്കി, യക്ഷഗാന കലാക്ഷേത്രം ഉണ്ടാക്കി, മാപ്പിള കലാ അക്കാദമി ഉണ്ടാക്കി, അതുപോലെ തന്നെ മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി, IHRD അപ്ലൈഡ് സയൻസ് കോളേജ് ഉണ്ടാക്കി. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ 2011 ശേഷം അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് തകർക്കുകയും അങ്ങനെ തകർക്കുമ്പോൾ അതിൽ ഇവിടുത്തെ MLA ഒരു കാര്യത്തിൽ പോലും ഇടപെടുക പോലും ചെയ്തില്ല. മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. വലിയ തോതിലുള്ള വികസന പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണിത്. സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. വരും ദിനങ്ങളിൽ പ്രചാരണത്തിനായി വിവിധ മുന്നണികളുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ എത്തുന്നതോടെ പ്രചാരണം കൂടുതൽ ആവേശകരമാകും. മഞ്ചേശ്വരത്ത് നിന്നും ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV കുട്ടൻ. കണ്ണൂരിലെ പേരാവൂർ നിയമസഭാ മണ്ഡലം. അവിടെ LDF സ്ഥാനാർത്ഥി ബിനോയ് കുര്യനാണ്. UDF സ്ഥാനാർത്ഥി മറ്റാരുമല്ല, സണ്ണി ജോസഫ്. PV ജോഷിലേക്ക് പേരാവൂരിൽ നിന്നും. മലയോര പ്രദേശമായ പേരാവൂരിൽ ഇത്തവണ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന ബിനോയ് കുര്യനാണ്. UDF രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ MLA സണ്ണി ജോസഫിനെയാണ്. പേരാവൂർ മണ്ഡലം ഇത്തവണ കാഴ്ചവെക്കുന്നത് അതിശക്തമായ പോരാട്ടം തന്നെയാണ്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വോട്ട് ചോദിച്ച് സജീവമായി കഴിഞ്ഞു. മണ്ഡലത്തിൽ ഇത്തവണ CPIM ഇറക്കിയിരിക്കുന്നത് യുവജന പോരാളിയെയാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗവും ഇരിട്ടി ഏരിയ സെക്രട്ടറിയുമായ ബിനോയ് കുര്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. സണ്ണി ജോസഫായിരുന്നു കഴിഞ്ഞ MLA എങ്കിലും KK ശൈലജയടക്കം നേരത്തെ ജയിച്ചു കയറിയ മണ്ഡലമാണിത്. 96 ശേഷം എന്നും പുതുമുഖങ്ങളെ ഇരുകൈയും നീട്ടി മണ്ഡലം സ്വീകരിച്ചിട്ടുണ്ട്. മാറിയും മറിഞ്ഞുമാണ് മുന്നണികൾ പിന്നീട് മണ്ഡലം ഭരിച്ചത്. മലയോര കർഷകരുടെ ദുരിതങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. യുവജന നേതാവിനെ പ്രതീക്ഷകളോടെയാണ് മണ്ഡലം കാണുന്നതും. തീർച്ചയായിട്ടും യുവാക്കൾ കൂടുതൽ പേര് സജീവമായിട്ട് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പോൾ മുന്നോട്ട് വരട്ടെ, എന്നിട്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന വിധത്തിൽ വരണം. പ്രത്യേകിച്ച് യുവജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണല്ലോ. റബ്ബർ കൃഷിക്കാർക്കൊക്കെ അവരുടെ ജീവിതം ആകെ തകർന്നിരിക്കുകയല്ലേ. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരികയാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനും ഉണ്ട്. ഒത്തിരി ചെയ്യാനുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ. വ്യക്തികൾ, കോളേജുകൾ, പ്രധാന കവലകൾ എന്നിവിടങ്ങളിലായി ബിനോയ് കുര്യൻ 1ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. 2ാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായുള്ള കുടുംബയോഗങ്ങളിലാണ് ഇപ്പോൾ ബിനോയ് കുര്യൻ. കാർഷിക മേഖലയുടെ തകർച്ച ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് പേരാവൂർ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ. റബ്ബറും നാളികേരത്തിൻ്റെയും വില തകർച്ച ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിച്ച് നിൽക്കുകയാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഈ മണ്ഡലത്തിനകത്ത് 2 പഞ്ചായത്തുകളിൽ കൊട്ടിയൂരിനകത്തും ആറളത്തിനകത്തും ജനങ്ങൾ കുടിയിറക്ക ഭീഷണിക്കകത്താണ്. കുപ്പത്തൊട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച കുട്ടികളുള്ള മണ്ഡലമാണ് ഈ പേരാവൂർ മണ്ഡലം. അതുപോലെ തന്നെ ആറള ഫാമിലെ ജനങ്ങൾ ഭവന പദ്ധതി പൂർത്തിയാക്കാത്തതിൻ്റെ ഭാഗമായി, വൈദ്യുതി ഇല്ലാത്തതിൻ്റെ ഭാഗമായി, കാട്ടുമൃഗങ്ങളുടെ ആക്രമണം
സഹിക്കാൻ സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പേരാവൂർ മണ്ഡലവും അതിനനുസരിച്ച് മാറി ചിന്തിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പര്യടനം നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് ഇടതുപക്ഷം എന്ന നിലയ്ക്ക് നല്ല വിജയം ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. അതേസമയം UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫും ഇരിട്ടിയുടെ ചില ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടുകഴിഞ്ഞു. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പ്രചരണം ആരംഭിക്കുന്നത് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്തോറും ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്ന ചിത്രമാണ് എവിടെയും കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇനി തീപ്പാറുന്ന പോരാട്ടങ്ങളുടെ നാളുകൾ. പഴയ MLA നിലനിൽക്കണമോ പുതിയ യുവത്വം രംഗത്ത് വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് പേരാവൂരിലെ ജനങ്ങളാണ്. പേരാവൂരിലെ രാഷ്ട്രീയ പോരാട്ടം ഇത്തരത്തിൽ മുന്നേറുമ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കണ്ണൂരിൽ പ്രചാരണ രംഗത്ത് തത്സമയം. ഞാൻ നിങ്ങളോട് വിനീതമായി ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഈയിടെ കോൺഗ്രസ് നേതാവ് VN സുധീരൻ ഒരു അഭിപ്രായം പറഞ്ഞതായി കേട്ടു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരിക്കും കേരളം ഭരിക്കുന്നതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചപ്പോൾ സുധീരൻ പറഞ്ഞു, സഹാവ് VSന്റെ പ്രശ്നമായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവുക എന്ന്. മിസ്റ്റർ സുധീരൻ, നിങ്ങളും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാം അടക്കമുള്ള കോൺഗ്രസിന്റെ ഡെലഗേഷൻ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെയും കേരളത്തിന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അറിയിക്കുവാനും വാദിക്കുവാനും ശ്രമിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയെയോ രമേശ് ചെന്നിത്തലയെയോ ബാബുവിനെയോ ഒന്നും ഒഴിവാക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറായില്ല. ബെന്നി ബെഹനാൻ എന്ന മറ്റൊരു കോൺഗ്രസ് നേതാവിനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ ഒക്കില്ല എന്ന് സോണിയാഗാന്ധിയും മറ്റും പറഞ്ഞു. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്ന ഒരാളെയെങ്കിലും ഒഴിവാക്കാൻ കഴിഞ്ഞു എന്ന് മിസ്റ്റർ സുധീരന് അവകാശപ്പെടാമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ അവകാശപ്പെടാൻ തുനിയാതിരിക്കുന്നത് എന്ന് ഞാൻ മിസ്റ്റർ സുധീരനോട് ചോദിക്കുകയാണ്. ഈ നാട്ടിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളവും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടു കൂട്ടരും കൂടി രാജ്യത്തെ വർഗീയ അടിസ്ഥാനത്തിൽ ചേരിതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഹിന്ദുത്വം ഹിന്ദുത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ചേരിതിരിക്കുവാനാണ് നരേന്ദ്രമോദി എന്ന BJP നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, നൂറ്റാണ്ടോളം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുകയും ജനങ്ങളെ ആകെ അണിനിരത്തുകയും ചെയ്ത നേതാവാണ് മഹാത്മാഗാന്ധി.
അദ്ദേഹം അക്രമരാഹിത്യം, അഹിംസ എന്ന് 2 ചക്രങ്ങൾ ചുഴറ്റി ജനങ്ങളെ ആകെ അണിനിരത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. സ്വാതന്ത്ര്യ രണാങ്കണത്തിൽ ഇറങ്ങുന്ന ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ ബ്രിട്ടീഷ് ഗവർണർമാർ വെടിവെച്ച് ചുടുമ്പോൾ ധീരന്മാരായ ചെറുപ്പക്കാർ അങ്ങനെ വെടിവെച്ച് ചുടുന്ന ഗവർണർമാരുടെ നേരെ ബോംബെറിഞ്ഞ് അവരെയെല്ലാം തകർക്കുക, പ്രതികാരം വീട്ടുക എന്നതാണ് ഇന്ത്യൻ യുവത്വം ചെയ്തിട്ടുള്ളത്. കണിശമായും അത്തരം യുവാക്കളെ തൂക്കുകയറിന് വിധേയമാക്കിയിട്ടുണ്ട്. വീരനായ ഭഗവത് സിംഗ്, രാജഗുരു സുധീറാം ബോസ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിർണായകമായ രക്തസാക്ഷികളാണ് തൂക്കുമരമേറ്റപ്പെട്ട ഇവർ. അങ്ങനെ എത്രയോ കണ്ണൂർ മട്ടന്നൂരിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സംസാരിക്കുന്നു. തത്സമയം. അവരുടെ സ്വത്തെല്ലാം പിടിച്ചെടുക്കാനാണ് ഈ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അവര് ഇന്ത്യ ഗവൺമെന്റ് 4 കാശ് പോലും നികുതി അടയ്ക്കാതെ ആ സ്വത്തെല്ലാം സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി, വിദേശ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വീടിന് സമീപമുള്ള ബാങ്കുകളിൽ നിങ്ങൾ നിക്ഷേപം തുടങ്ങിക്കൊള്ളൂ. ഓരോ നിക്ഷേപകനും ഞങ്ങളുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് 15 ലക്ഷം രൂപ വീതം സംഭാവന നൽകുന്നതാണ്. അതുകൊണ്ട് ഓരോ നിക്ഷേപകനും പ്രത്യാശയോടുകൂടി ഗവൺമെന്റിനെ ഉറ്റുനോക്കൂ. ഗവൺമെന്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 100 ദിവസത്തിനകം പ്രഖ്യാപനം നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, 700 കഴിഞ്ഞു. ഇതുവരെ വാഗ്ദാനം പാലിക്കാൻ മിസ്റ്റർ നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പാഴ്വാക്കുകൾ പറഞ്ഞ് അധികാരത്തിൽ തുടരുന്ന ഇത്തരം ഭരണാധികാരികളെ ഭാരത ജനത, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സ്നേഹികൾ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനുള്ള നീചമായ പരിശ്രമത്തിനെതിരായി ഒരു മതേതര ഇന്ത്യ കെട്ടിപ്പടുക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും മറ്റിടതുപക്ഷ പാർട്ടികളും ചേർന്ന്, ജനാധിപത്യവാദികളും ചേർന്ന് ഒരു മുന്നണി രൂപവത്കരിച്ചിട്ടുണ്ട്. ആ മുന്നണിയുടെ മാനിഫെസ്റ്റോ കഴിഞ്ഞ ദിവസം പത്രങ്ങൾക്ക് നൽകിയത് നിങ്ങൾ ഓരോരുത്തരും വായിച്ചു കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1957 സഹ VMSന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപവത്കരിച്ചു. അതിനുശേഷം സഹ നയനാരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപവത്കരിച്ചു. 2011 VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലും ഗവൺമെന്റ് രൂപവത്കരിച്ചു. ഈ 3 ഗവൺമെന്റുകളുടെ കാലത്തും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റിട്ടുള്ള ഗവൺമെന്റുകളായി. VMSന്റെ ഗവൺമെന്റ് 57 അധികാരത്തിൽ വന്നതിന് ശേഷമാണ്
കാവൽക്കാരും വാരക്കാരും കുടികിടപ്പുകാരും കുടിയാരവന്മാരുമായിട്ടുള്ള ആളുകൾക്ക് കൃഷിഭൂമിയുടെയും കിടപ്പിടത്തിന്റെയും ജന്മാവകാശം നൽകിയത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്ന് എല്ലാ കുട്ടികൾക്കും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകി. ആദ്യം 8ാം തരം വരെയുള്ള സ്കൂളുകളിലും അതിനുശേഷം 10ാം തരം വരെയുള്ള സ്കൂളുകളിലും സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകി. അതേപോലെ തന്നെ ജനങ്ങൾക്ക് അത്യാവശ്യമായ സാധനങ്ങൾ നിയന്ത്രണ വിലക്ക് കൊടുക്കുവാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി. അത് സഖാവ് നയനാറിന്റെ ഗവൺമെന്റിന്റെ കാലത്തും തുടർന്നു. അത് പിന്നീട് 2006, 2011 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് നടപ്പിലാക്കി. ഭരണം കെട്ടിട്ട് പോകുമ്പോൾ പിന്നീട് കച്ചവടക്കാർക്ക് തോന്നിയതുപോലെ സാധനങ്ങൾ വില കയറ്റി ജനങ്ങളെ ദ്രോഹിക്കുവാനുള്ള നടപടികൾ ഓരോ UDF ഗവൺമെന്റിന്റെയും കാലത്ത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. എറണാകുളം ജില്ലയിലെ ആസ്ഥാനം തൃക്കാക്കര നിയമസഭാ മണ്ഡലം ഇത്തവണ നടക്കുന്നത് പൊടിപാറും പോരാട്ടം. തെരഞ്ഞെടുപ്പിൽ ഏറെ പരിചയസമ്പത്തുള്ളവരാണ് തൃക്കാക്കരയിൽ ജനവിധി തേടുന്നത്. KM ഉമേഷിലേക്ക്. ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ മത്സരരംഗത്തെത്തിയ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തൻ്റെ 8ാം തെരഞ്ഞെടുപ്പ് അംഗത്തിനാണ് തയ്യാറെടുത്തിരിക്കുന്നത്. 1998 എറണാകുളം മണ്ഡലത്തിൽ നിന്നാണ് സെബാസ്റ്റ്യൻ പോൾ ആദ്യമായി നിയമസഭയിലെത്തിയത്. എറണാകുളത്ത് നിന്ന് തന്നെ 4 തവണ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ 3 തവണയും അദ്ദേഹം വിജയം കൈവരിച്ചു. നിയമസഭയിലേക്ക് 4ാം തവണയാണ് മത്സരിക്കുന്നത്. കടകളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി വോട്ട് തേടുന്ന സെബാസ്റ്റ്യൻ പോൾ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. മുൻപില്ലാത്ത വിധം ആത്മവിശ്വാസം വർദ്ധിച്ചതായി സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. ജനങ്ങളുമായി നേരിട്ട് നടത്തിയ സമ്പർക്കത്തിൻ്റെയും സംവാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ തൃക്കാക്കരയ്ക്ക് വേണ്ടി മാത്രമായി തയ്യാറാക്കുന്ന ഒരു പ്രകടന പത്രികയുമുണ്ട്. അതും ഈ ദിവസങ്ങളിൽ പുറത്തു വരും. നമ്മുടെ IT തലസ്ഥാനം എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ വളരെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങളുമുണ്ട്, സാധ്യതകളുമുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വികസന സമീപനമാണ് ജനങ്ങളുടെ മുന്നിൽ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചത്. 2009 ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട PT തോമസിന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 5ാം ഊഴമാണിത്. തൊടുപുഴയിൽ 2 തവണ തോൽക്കുകയും 2 തവണ വിജയിക്കുകയും ചെയ്തിരുന്നു. UDFന് വളക്കൂറുള്ള മണ്ണാണ് തൃക്കാക്കരയെന്നാണ് PT തോമസ് അവകാശപ്പെടുന്നത്. സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നതിനാൽ വിജയം സംബന്ധിച്ച് ആശങ്കയില്ലെന്ന് PT തോമസ് പറഞ്ഞു. UDFന് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലം എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. അതനുസരിച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനം നടത്തുന്നത്. കുറേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ രൂപീകരിക്കുന്ന തന്ത്രങ്ങളോ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്നാൽ പോലും നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. സിറ്റിംഗ് MLA ബെന്നി ബെഹനാന് സീറ്റ് നിഷേധിച്ചതിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുള്ളത്. KPCC പ്രസിഡന്റ് VM സുധീരനെതിരെ ഒരു വിഭാഗം ശക്തമായ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ PT തോമസ് UDFന് വേണ്ടി ജനവിധി തേടുമ്പോൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ പാലം വലിക്കൽ ഉണ്ടാകുമോ എന്നും നേതൃത്വത്തിന് ആശങ്കയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര നഗരസഭയിൽ നേടിയ വിജയം മണ്ഡലത്തിലും ആവർത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 22,406 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 1073 വോട്ടായി കുറഞ്ഞു. ലോക് ജനശക്തി പാർട്ടി ജില്ലാ നേതാവ് വിവേക് K വിജയനാണ് NDA സ്ഥാനാർത്ഥി. BJPയും BDJSും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയതിനാൽ നില മെച്ചപ്പെടുത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് NDA. 2011 തൃക്കാക്കര മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യ ജയം UDFനായിരുന്നു. ഈ വിജയം ഇക്കുറിയും ആവർത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഐക്യമുന്നണി. എന്നാൽ സിറ്റിംഗ് MLA ബെന്നി ബെഹനാന് ഇക്കുറി കോൺഗ്രസ് സീറ്റ് നൽകിയില്ല. ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധമാണ് മണ്ഡലത്തിൽ രൂപപ്പെട്ടത്. ഈ പ്രതിഷേധം ഇടതുമുന്നണിക്ക് അനുകൂലമാവുമെന്ന കണക്കുകൂട്ടലാണ് LDF.